ശാരീരികമായിട്ടുള്ള വികാസത്തിന് ഉതകുന്ന തരത്തിലുള്ള എക്സസൈസുകൾ, വിനോദങ്ങൾ അതിലൊക്കെ ഏർപ്പെടാൻ കുട്ടികളെ എൻകറേജ് ചെയ്യുകയും അവരോടൊപ്പം പോവുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. അച്ഛനമ്മമാരാണെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം. അതല്ലാതെ പുറത്തു പോയി കളിച്ച് തട്ടിമുട്ടി വീണ് പരിക്കുണ്ടാകുന്നത് കൊണ്ട് പുറത്ത് കളിക്കാൻ പോണ്ട. മറ്റു കുട്ടികളുടെ കൂടെ ഓടിക്കളിച്ച് അല്ലെങ്കിൽ മറ്റു കുട്ടികളോട് നടന്ന് വഴിതെറ്റി വഷളാവുന്നത് കൊണ്ട് പുറത്ത് പോണ്ട. കൂട്ടുകെട്ടിൽ ചെന്നുപെട്ട് മയക്കുമരുന്നിന് അടിമയാവാൻ പോകുന്നത് കൊണ്ട് നീ പുറത്തു പോയി കളിക്കണ്ട. ഇതാണ് നമ്മുടെ ചുറ്റുപാടും കൂടുതലും കുട്ടികൾ കേൾക്കുന്ന വാദം. രക്ഷിതാക്കളുടെ ഒരു കൺസേൺ, സ്നേഹമൊക്കെ അവർ പ്രകടിപ്പിക്കുന്നത് അവിടെ പോരുത്, ഇവിടെ പോരുത്, അത് ചേരുത്, ഇത് ചേരുന്നുള്ളതാണ്. നല്ല മടിയന്മാരായതുകൊണ്ടാണ് നമ്മൾ ഈ വാക്കുകളൊക്കെ പറഞ്ഞ് വെറുതെ വീട്ടിൽ കുത്തിരിക്കുന്നത്. അതിന് പകരം ചെയ്യേണ്ടിയിരുന്ന കുട്ടികളുടെ കളിയിടങ്ങളെ സുരക്ഷിതമാക്കുകയും അവരുടെ കൂട്ടുകെട്ടുകളെ കുറിച്ച് അന്വേഷിച്ച് അവരോടൊപ്പം നടക്കുകയും അവർക്ക് ഉതകുന്ന രീതിയിൽ കുറെ കൂടി മെച്ചപ്പെട്ട ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സ്ഥലങ്ങൾ തയ്യാറാക്കുകയാണ് വേണ്ടത്. അത് കുറച്ച് ശ്രമം പിടിച്ച പണിയാണ്. എളുപ്പം കുട്ടികളടുത്ത് പോണ്ട എന്ന് പറയലാണ്. അപ്പം നമുക്ക് കൈകഴുകലായി. നമുക്ക് വെറുതെ വേണമെങ്കിൽ സമാധാനിക്കുക, എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധാലുവാണ്, അതിലപ്പുറം വേറൊന്നും സംഭവിക്കുന്നില്ല അവിടെ.